നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്നെ വിളിക്കാൻ മുത്തശ്ശനെങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ശേഷം ആർക്കും വേണ്ടാത്ത അവസ്ഥയാ. എനിക്കാണെങ്കിൽ കൃത്യമായി ഫീസും പോക്കറ്റ് മണിയും ഒക്കെ തന്നോണ്ടിരിക്കും. അതൊന്നുമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നേ. രാത്രിയില് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപേ ഒരു വിളി ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ ചിലപ്പോ ഒരു ഗുഡ് നൈറ്റ് വരും, അത്രേ ഉള്ളൂ. മറന്നൊന്നും ആയിരിക്കില്ല, സമയമില്ലാത്തായിരിക്കും അല്ലേ? നമ്മുടെ എല്ലാം പാരന്റ്സിന് 100 പ്രശ്നങ്ങളല്ലേ. എന്റെ കാര്യം അന്വേഷിക്കുന്നതിൽ പപ്പയും മമ്മിയും തമ്മിലെ ക്ലാഷാ. രണ്ടുപേരുടെ മത്സരങ്ങൾക്കിടയിൽ എന്നാരും വിളിക്കാറുമില്ല. എന്റെ പാരന്റ്സ് കരുതുന്നത് ഞാൻ അവരെ ഒരു ATM മെഷീനായിട്ട് കാണുന്നെന്നാ. അതുകൊണ്ടായിരിക്കും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവരെനിക്ക് ജിപേ ചെയ്യും. ചിലപ്പോ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന കാണുമ്പോ എന്തോ വല്ലാത്തൊരു മടുപ്പാ. വൃന്ദേ, നിന്നെ നിന്റെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടല്ലോ, നീ ഭാഗ്യവതിയാ. നിന്റെ മുത്തശ്ശനെ പോലെ ഒരു മുത്തശ്ശൻ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നടക്കാത്ത കാര്യമാണെങ്കിലും ആഗ്രഹിക്കാലോ. നിന്റെ മുത്തശ്ശന്റെ കോള് വന്നപ്പോ ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് കള, നീ നിന്റെ മുത്തശ്ശനെ വിളിക്കേ. എന്തോ നിമിത്തം നോക്കി നിന്നെ പേടിപ്പിക്കാൻ വിളിക്കുന്നതായിരിക്കും. അതെ, നമ്മളാരൊന്നും കോളേജിൽ പോണ്ടെന്ന് പറയാൻ വിളിക്കായിരിക്കും. എന്തായാലും ഇന്ന് എക്സാം ഇല്ലാത്ത ദിവസമായത് ഭാഗ്യം, ഇല്ലെങ്കിൽ അതും മുടങ്ങിയേനെ. മുത്തശ്ശൻ അതിനൊന്നിനായിരിക്കില്ല വിളിക്കുന്നത്. മുത്തശ്ശൻ എപ്പോ വിളിച്ചാലും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനെ ഏറ്റുമറ്റത്ത് ഒരു നിമിത്തം പറയും. ഇന്ന് എന്താണാവോ പറയാൻ ഉദ്ദേശിക്കുന്നത്?